Hi learners, welcome to I Plus Training Solutions. ഞാൻ ബബിഷ. HSA സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA സോഷ്യൽ സയൻസിന്റെ 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ HSA സോഷ്യൽ സയൻസ് മലയാള മീഡിയത്തിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയതിന്റെ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്കണോമിക്സ് സെക്ഷൻസിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററിയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, പൊളിറ്റിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, അതുപോലെ ജോഗ്രഫിയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നമ്മുടെ സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അത്. അപ്പോൾ അതിൽ ഹിസ്റ്ററി സെക്ഷൻ നമ്മൾ കഴിഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് 3 ആണ്, അതിൽ നമ്മൾ എക്കണോമിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി IPLUSന്റെ HSA സോഷ്യൽ സയൻസിന്റെ PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാനായി റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഏതാണ് ആ ഒരു പ്രവർത്തനം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ, നോട്ട് അച്ചടിച്ചിറക്കൽ, റിപ്പോ നിരക്ക് കുറയ്ക്കൽ, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കൽ. ഇതൊക്കെയാണ് 4 ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഈ നാണ്യപ്പെരുപ്പം? അറിയൂ, എന്താണ് നാണ്യപ്പെരുപ്പം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പണത്തിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ നാണ്യപ്പെരുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ പണം കൊണ്ട് മുമ്പ് വാങ്ങാനിരുന്നതിനേക്കാൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങാൻ കഴിയുന്ന അവസ്ഥേനെയാണ് നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത്. മനസ്സിലാക്കി തരാം. അതായത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. അതായത് പണ്ട് നമുക്ക് ഒരു 5 കൊല്ലം മുമ്പ് നമുക്ക് ഒരു 25,000 രൂപ ഏകദേശം ആണ് കേട്ടോ ഞാൻ പറയുന്നത്, 25,000 രൂപയ്ക്ക് ഒരു പവൻ കിട്ടും അല്ലെ? അപ്പൊ ഈ സെയിം ഒരു പവൻ നമ്മൾ ഇന്ന് 2025 വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 25,000 രൂപ മതിയാവോ? ഇല്ല. 25,000 രൂപയ്ക്ക് ഇപ്പോ ഒന്നും കിട്ടില്ല അല്ലെ? ഒരു പവനൊന്നും കിട്ടില്ല. പകരം എത്ര, 2 ഗ്രാമോ 2-3 ഗ്രാമൊക്കെ കിട്ടുമായിരിക്കും. ഒരു ഗ്രാമിന് തന്നെ ഇപ്പൊ ഒരു 9,000-ന് മുകളിലൊക്കെ റേറ്റ് ഉണ്ട് തോന്നുന്നു. അതോ 8,000 സംതിങ് ഒക്കെ ഉണ്ട് ഒരു ഗ്രാമിന് തന്നെ. അപ്പോൾ നമുക്ക് അത്രേ നമുക്ക് ഇപ്പോ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു പവനൊന്നും 25,000 രൂപയ്ക്ക് നമുക്ക് കിട്ടില്ല. അപ്പോ ഒരേ പണം കൊണ്ട് മുമ്പ് വാങ്ങുന്നതിനേക്കാൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ കഴിയുന്ന അവസ്ഥേനെയാണ് നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? പണത്തിന്റെ മൂല്യം അവിടെ കുറയാണ് ചെയ്തത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഒരു 5,000 രൂപ ഉണ്ട്. ഈ 5,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും? കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ 5,000 രൂപയ്ക്ക്. അപ്പോൾ ഈ 5,000 രൂപ ഞാനിങ്ങനെ ചെലവാക്കാണ്ട് ഭദ്രമായിട്ട് എൻ്റെ കാശിക്കുടുക്കയിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിത് തിരിച്ചെടുക്കുകയാണ്. കാശിക്കുടുക്ക കുത്തിപ്പൊളിച്ച് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഈ 5,000 രൂപയ്ക്ക് ഞാൻ സാധനം മേടിക്കാൻ പോവാ. ഈ 5 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന അത്രയും സാധനങ്ങൾ ഈ 5,000 രൂപയ്ക്ക് എനിക്ക് ഇപ്പൊ കിട്ടുമോ? ഇല്ല, കിട്ടില്ല അല്ലെ? അപ്പൊ അതിനെയാണ് ആ ഒരു സംഭവം, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം, നാണ്യപ്പെരുപ്പം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ അതാണ് നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത്. ഈ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന പ്രവർത്തനമാണ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഈ നാണ്യപ്പെരുപ്പം ഉണ്ടാവുന്നത്? ആവശ്യങ്ങള് ഭയങ്കരമായിട്ട് കൂടുക, എന്നാൽ വസ്തുക്കളുടെ ലഭ്യത വളരെ കുറയുക. അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഉൽപാദന ചെലവ് വർദ്ധിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാരണം വിപണിയിലെ പണം കൂടുതൽ, അതായത് പണത്തിന്റെ ഒഴുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നാണ്യപ്പെരുപ്പം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിപ്പോ നിരക്ക് എന്നും കൂടിയും പറയാം. റിപ്പോ നിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും കുറഞ്ഞ കാലത്തേക്കുള്ള വായ്പ എടുക്കുമ്പോൾ അടയ്ക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഈ ഒരു നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് വായ്പ കിട്ടുന്നതിന്റെ ചിലവ് കൂടും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുക? പൊതുജനങ്ങൾക്ക് വായ്പയുടെ ചെലവ് ഉയരും, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും, ചെലവുകൾ കുറയും, വിപണിയിലെ പണം കുറയും, അങ്ങനെ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ നാണ്യപ്പെരുപ്പത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. റിപ്പോ നിരക്കിനെ കുറിച്ചിട്ടും പഠിച്ചു.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച CRAFICARDയുടെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെ നാഗരാജ്, GR ചിന്താല, MS സ്വാമിനാഥൻ, B ശിവരാമൻ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, B ശിവരാമൻ. അപ്പോ എന്താണ് നബാർഡ്? നബാർഡിന്റെ ഒരു ഫുൾ ഫോം നമുക്കൊന്ന് നോക്കാം. നബാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതായത് കൃഷിയും ഗ്രാമവികസനവും സംബന്ധിച്ചുള്ള ദേശീയ ബാങ്ക് എന്നാണ് നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നബാർഡ് എന്നതിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന CRAFICARD അതിന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ CRAFICARD എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് B ശിവരാമൻ ആയിരുന്നു. 1981 കേന്ദ്ര സർക്കാരാണ് ഈ ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്മിറ്റിയുടെ ശുപാർശയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു 1982 നബാർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ നബാർഡിന്റെ ആദ്യ ചെയർമാൻ CR രാജൻ ആയിരുന്നു. CR രംഗരാജൻ ആയിരുന്നു നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ B ശിവരാമൻ എന്ന് പറയുന്നത് CRAFICARDയുടെ അധ്യക്ഷനായിരുന്നു കേട്ടോ. ഈ നബാർഡ് രൂപീകരണത്തിലേക്ക് നയിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അധ്യക്ഷൻ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, UPIയുടെ മുഴുവൻ പേര് അല്ലെങ്കിൽ മുഴുവൻ രൂപം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇൻട്രസ്റ്റ്, യൂണിഫൈഡ് പ്രോഗ്രാം ഇന്റർഫേസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നോക്കാം. ഓക്കെ, അപ്പോൾ UPIയുടെ മുഴുവൻ രൂപമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഈ ഒരു UPI വികസിപ്പിച്ചിട്ടുള്ളത് NPCI ആണ്, അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് UPI ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് UPI എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഓൺലൈൻ ബാങ്കിങ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. UPI വഴിയൊക്കെ ട്രാൻസാക്ഷൻസ് എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഒരു തത്സമയ പണമിടപാട് സംവിധാനമാണ് ഈ ഒരു UPI എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ നേരിട്ട് പണം അയക്കാനും സ്വീകരിക്കാനും സഹായിക്കുന്നത്. അതായത് ഒരു ബാങ്കിന്റെ സഹായം മീൻസ് നമ്മൾ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാതെ തന്നെ നമുക്ക് ഫോൺ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് വഴി നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് പണം അങ്ങോട്ട് അയക്കാനും ഇങ്ങോട്ട് അയക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് UPI എന്ന് പറയുന്നത്. 24/7 ആണ് ഇതിന്റെ, അതായത് 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടിയാണിത്. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണല്ലോ ഇത്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പണം അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ ഈ ഒരു UPI ട്രാൻസാക്ഷൻ വഴി. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, ആമസോൺ പേ ഇതൊക്കെ ഈ ഒരു UPI സിസ്റ്റം ഉപയോഗിക്കുന്നതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 44ാമത്തെ ചോദ്യമാണിത്. ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ്, അതായത് മെഷേർഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നോക്കാം. നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ C ആണ്. മോഡാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് മോഡ്, എങ്ങനെയാണ് ഈ ഒരു മോഡ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്താണ് മോഡ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂല്യത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അപ്പൊ ഒരു നമ്പർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണ് അതായിരിക്കും ആ നമ്പർ സീരീസിന്റെ മോഡായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഞാൻ എക്സാമ്പിളിലൂടെ ഒക്കെ പറഞ്ഞുതരാം. ക്ഷമിക്കേ. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒരു 8ാം ക്ലാസ് എടുത്തോ. 8ാം ക്ലാസ്സിൽ മാത്സില് കുറച്ച് കുട്ടികളുടെ മാർക്ക് ഇപ്പോൾ 50ലാണ് കേട്ടോ. 50ല് ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് 30, 35,
പിന്നെ 35, പിന്നെ 20, പിന്നെ 45, 50ലാണ് കേട്ടോ. പിന്നെ 35, പിന്നെ 49 കിടക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് മാത്സിൽ 8ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 35 അല്ലേ? ദേ ഇവിടെ വന്നു, ദേ ഇവിടെ വന്നു, ഇവിടെ വന്നു, 3 വട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ 35 എന്ന് പറയുന്ന മാർക്കാണ്. അപ്പോൾ ഈ 35 മാർക്കാണ് അതിന്റെ ഈ 35 എന്നുള്ളതാണ് ഇതിന്റെ മോഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? കൂടുതൽ വിദ്യാർത്ഥികൾക്കും ഈ വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 35 അപ്പോൾ 35 ഏകദേശം കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന മാർക്ക്, ഡിമാൻഡ് ചെയ്യുന്നതല്ല, കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 35 എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലും എല്ലാം വെച്ച് നോക്കുമ്പോൾ 35 കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ സെയിം കാര്യം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ചൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ടാണ് അവർ സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് ലെവലില് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും എല്ലാവരും എല്ലാ ദിവസവും പോയിട്ട് ഗോൾഡ് മേടിക്കുകയോ ഒന്നും ചെയ്യില്ല. അവർ സാധാരണ സാധനങ്ങളായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ആ നിർമ്മാതാക്കൾക്ക് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കൂടുതൽ ആവശ്യക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മോഡ് എന്നുള്ള ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്കിടയിൽ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്ന ഉൽപ്പന്നത്തെ കാണിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ് അഥവാ മെഷേർഡ് ഓഫ് സെന്റർ ടെൻഡൻസി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതാണ് മക്കളെ? മോഡാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ മറ്റ് 2 കൂടി ഉണ്ട് നമുക്കറിയാം. അതായത് 3 പ്രധാനമായിട്ട് ഈ ഒരു മെഷേർഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. മീൻ, മീഡിയൻ, മോഡ്. അതിൽ മീൻ എന്ന് പറയുന്നത് ശരാശരിയാണ്, ആവറേജ്. മീഡിയൻ എന്ന് പറയുന്നത് മധ്യസ്ഥ മൂല്യം. മോഡ് എന്ന് പറയുന്നത് ഏറ്റവും ആവർത്തിക്കുന്ന മൂല്യം എന്നിങ്ങനെയാണ് അതിന്റെ ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ഇങ്ങനെ പറയാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യമായിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ചോദ്യം ഇതാണ്: ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാമായിരുന്ന നേട്ടത്തിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. അവസര ചെലവ്, യഥാർത്ഥ ചെലവ്, അധിക ചെലവ്, പരമാവധി ചെലവ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ എന്താണ് ചോദ്യം? ഒന്നും കൂടിയും പറയാം. ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന, അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാമായിരുന്ന ഒരു നേട്ടത്തിനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവസര ചെലവ്, യഥാർത്ഥ ചെലവ്, അധിക ചെലവ്, പരമാവധി ചെലവ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അവസര ചെലവ് അല്ലെങ്കിൽ അവസരാത്മക ചെലവാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഈ ഒരു അവസരാത്മക ചെലവ് അല്ലെങ്കിൽ അവസര ചെലവ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചപ്പെട്ട നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട സാധനം എന്നാണ് ഈ ഒരു അവസരാത്മക ചെലവിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, ഒരു പൈസക്ക് ഒരു 200 രൂപയ്ക്ക് നമ്മൾ ഒരു അൽഫാം വാങ്ങിച്ച് കഴിച്ചു. ആ അൽഫാം വാങ്ങിച്ച് കഴിച്ചപ്പോൾ നമുക്ക് ഒരു ക്വാർട്ടർ അൽഫാമാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ആ അൽഫാം കഴിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ട് വിശപ്പ് മാറിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, 200 രൂപയ്ക്ക് അൽഫാം കഴിച്ചിട്ട് നമുക്ക് വിശപ്പ് മാറിയില്ല, 200 രൂപയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കഴിച്ചെങ്കിൽ മുതലായനെ, ആ വിശപ്പ് മാറിയനെ എന്ന് നമുക്ക് തോന്നില്ലേ? അതായത് നമ്മുടെ പോയ ബുദ്ധി. ഈ സെയിം സാധനത്തിനെയാണ് നമ്മൾ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
അതായത് ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട്, ആ സെയിം സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളിപ്പോ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 200 രൂപ കൊടുത്തിട്ട് നമ്മളൊരു അൽഫാം വാങ്ങിച്ചു, അൽഫാം മന്തി അല്ല കേട്ടോ, അൽഫാം വാങ്ങിച്ചു, ഒരൊറ്റ പീസ് ക്വാർട്ടർ അൽഫാം നമ്മൾ വാങ്ങിച്ചു. അപ്പൊ അതാണ് പറഞ്ഞ പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവം എന്ന് പറയുന്നത് 200 രൂപ കേട്ടോ. ആ 200 രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ full ആയിട്ട് നമ്മുടെ വിശപ്പ് മാറിയില്ല. അപ്പൊ അതിനും മെച്ചപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ, അൽഫാമിനേക്കാളും മെച്ചപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി നമുക്ക് സൂപ്പർ ആയിട്ട് നമുക്ക് വയറ് നിറയും സുഭിക്ഷമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു മെച്ചപ്പെട്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു അവസരാത്മക ചെലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യമാണ്. ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭക്ഷ്യധാന്യം, ഇന്ധനം, ഓട്ടോമൊബൈൽ, ആഡംബര വസ്തുക്കൾ എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. സോറി, ഇതൊക്കെയാണ് നൽകിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇതിനോടനുബന്ധിക്കുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. 1 മാത്രം, 1, 2 എന്നിവ, 1, 2, 3 എന്നിവ, 3, 4 എന്നിവ എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2 എന്നിവ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ദാറ്റ് മീൻസ് ഭക്ഷ്യധാന്യം, ഇന്ധനം എന്നിവയാണ് ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലാസ്തികത കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ, ഇലാസ്തികത കുറവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇലാസ്തികത കുറഞ്ഞ ചോദനം എന്നതിന്റെ ഇംഗ്ലീഷ് പേര് പറയുന്നതാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നമുക്ക് ആദ്യം പറയാം. ഒരു പ്രോഡക്റ്റിന്റെ, ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിൽ മാറ്റം വന്നാലും അതിന്റെ ഡിമാൻഡിൽ വലിയ മാറ്റം സംഭവിക്കാത്ത അവസ്ഥേനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നതുകൊണ്ട് പറയുന്നത്. അതായത് ഇലാസ്തികത കുറവുള്ള ചോദനം എന്നതുകൊണ്ട് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ പെട്രോളിന്റെ വില കൂടി അല്ലെ, പെട്രോളിന്റെ വില ഇപ്പോൾ ഒരു 100-ൽ നിന്നും 110 മാറി എന്ന് വെച്ചിട്ട് ആരും പെട്രോൾ അടിക്കാണ്ടിരിക്കില്ല. പെട്രോൾ ഒരു അവശ്യ സാധനമാണ്. അതുപോലെ അരിയുടെ വില 35 രൂപയിൽ നിന്ന് 40 രൂപയായിട്ട് കൂടി, 1 കിലോ അരിക്ക് 35 രൂപയിൽ നിന്ന് 40 രൂപയായിട്ട് കൂടി എന്ന് വെച്ചിട്ട് ആരും അരി ഉപേക്ഷിക്കില്ല അല്ലെ. വില കൂടിയെന്ന് വെച്ചിട്ട് അതിന്റെ ഡിമാൻഡ് ഒട്ടും കുറയില്ല. പക്ഷെ മറ്റ് 2 ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആഡംബര വസ്തുക്കളും അതുപോലെ ഓട്ടോമൊബൈലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ വില കൂടിയിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കട്ടെ, അപ്പൊ അത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ, വില കുറയുമ്പോൾ മേടിക്കാം എന്ന് നമ്മൾ വിചാരിക്കും ഇല്ലേ? ഇതിനെയാണ് ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് മനസ്സിലായി. അതായത് ഇലാസ്തികത കുറവുള്ള ചോദനം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അതിൽ വരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും. ഇത് രണ്ടും നമ്മൾ വില കൂടിയാലും അത്യാവശ്യം ആയതുകൊണ്ട് എന്തായാലും നമ്മൾ ബാക്കി ചെലവുകളൊക്കെ അടക്കി പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഈ 2 സാധനങ്ങൾ നമ്മൾ മേടിക്കും അല്ലെ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താവിന്റെ സംതൃപ്തിയെ സാംഘികമായി കണക്കാക്കുന്നു, പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച സമീപനം, ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു, ആൽഫ്രഡ് മാർഷാലും സഹായികളും ഈ സമീപനത്തെ അംഗീകരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ള 4 ഓപ്ഷൻസ്. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായിട്ട്, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ തെറ്റിപ്പോയത് എന്നുള്ളത് ഞാൻ പറയാം. അതായത് എന്താണ് ഈ ഒരു ഓർഡിനൽ സമീപനം അഥവാ ഓർഡിനൽ സമീപനത്തിന് ക്രമ ഉപയുക്തത സമീപനം എന്നാണ് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അഥവാ ക്രമ ഉപയുക്തത സമീപനം. അപ്പോ ഇതെന്ന് പറയുന്നത് സംഖ്യകൾ ഉപയോഗിക്കാതെ വിവരിക്കാൻ കഴിയുന്ന ഉപയുക്തതയാണ് ഈ പറയുന്ന ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റിപ്പോയി. ഒന്നാമത്തെ ഓപ്ഷൻ ഔട്ട്. ഉപയോക്താവിന്റെ സംതൃപ്തിയെ സാംഘികമായിട്ട് കണക്കാക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. അപ്പൊ അത് തെറ്റിപ്പോയി. രണ്ടാമത്തെ എന്താണ്? പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച സമീപനം.
പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച സമീപനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മാൽസ്, ജോൺ സ്റ്റുവർട്ട് മില്ല്, സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീൻ ബാപ്റ്റിസ്റ്റ് സേട്ടോ. അപ്പൊ അവരൊക്കെയാണ് പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്ന ലേബലിൽ അറിയപ്പെടുന്നവര്. അവരൊന്നും തന്നെ അല്ല ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തതും തെറ്റിപ്പോയി. മൂന്നാമത്തത് എന്ന് പറയുന്നത് മൂന്നാമത്തത് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. അടുത്തത് ആൽഫ്രഡ് മാർഷാലും സഹായികളും ഈ സമീപനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആൽഫ്രഡ് മാർഷാൽ ഓൾറെഡി വേറൊരു സമീപനം കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണത്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? അത് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ആൽഫ്രഡ് മാർഷാലാണ്. അപ്പൊ ആളിപ്പോ ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതും തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ സി ശരിയായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ GDP-യിൽ 2020-21 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, കൃഷി അധിഷ്ഠിത വ്യാവസായിക മേഖല എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സമയത്തെ കറണ്ട് അഫെയർ കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ GDP-യിൽ 2020-21 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 49ാമത്തെ, അതായത് നമ്മുടെ ഇന്നത്തെ സെഷനിലെ 9ാമത്തെ ചോദ്യം. ഒരാളുടെ ആകെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയും പ്രത്യക്ഷ നികുതിയായിട്ട്, അതായത് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് 1,25,000 രൂപയുമാണെങ്കിൽ അയാളുടെ ഉപയോഗിക്കത്തക്ക വരുമാനം, അതായത് ഡിസ്പോസിബിൾ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10 ലക്ഷം, ഓപ്ഷൻ ബി 8,75,000, ഓപ്ഷൻ സി 11,25,000, ഓപ്ഷൻ ഡി 1,25,000. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 8,70,75,000 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആൻസർ വന്നതെന്നല്ലേ? നമുക്ക് എന്തായാലും ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് പറയാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ നിന്ന് നേരിട്ട് തന്നെ സർക്കാർ ഈടാക്കുന്ന നികുതിയെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി, ഇപ്പൊ എനിക്കിപ്പോ ഒരു 10,000 രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാനൊരു 1,000 രൂപ എൻ്റെ നിന്ന് ഗവൺമെന്റ് പിടിക്കുകയാണ്. അത് ഗവൺമെന്റ് നേരിട്ട് എന്നിൽ നിന്ന് പിടിക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇടനിലക്കാരൊന്നുമില്ല, സർക്കാർ നേരിട്ട് അത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ നികുതി അടയ്ക്കുന്നവനും നികുതി വഹിക്കുന്നവനും ഒരാളാണ്. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ സ്ഥിതിവിവര കണക്കുകൾ, ഇൻകം അതുപോലെ തന്നെ സ്വത്ത്, അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നികുതി നിശ്ചയിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എത്ര രൂപ സാലറി ഉണ്ട്, ആ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഞാൻ നികുതിയായിട്ട് സർക്കാരിന് കൊടുക്കേണ്ടി വരിക. പിന്നെ ഇതിൽ വരുന്ന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, പിന്നെ മൂലധന ലാഭ നികുതി, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതുപോലെ ഉപഹാര നികുതി, ഗിഫ്റ്റ് ടാക്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാധനത്തിന്റെ ടാക്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ സാധനത്തിന് എത്ര രൂപയാണോ ആ കടക്കാരൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില നമ്മൾ കൊടുത്തിട്ട് ആ സാധനം നമ്മൾ ഇങ്ങോട്ട് മേടിക്കും. ആ കടക്കാരൻ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എന്തായാലും ടാക്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. എന്നാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു, ഇപ്പോൾ നമ്മൾ 10 രൂപയുടെ ഒരു സോപ്പ് അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു മിഠായി നമ്മൾ മേടിക്കുകയാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണില്ല. എന്നാൽ ഈ 10 രൂപയിൽ നമ്മൾ ആ ഒരു ബാക്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇത്ര രൂപ ടാക്സ്, ഇത്ര രൂപ GST അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ മൊത്തം വരുമാനത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത്ര രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 10 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ആ 10 ലക്ഷം രൂപയിൽ നിന്ന് 1,25,000 രൂപ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് 8,70,75,000 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ അല്ലേ?
അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവിക മൂലധന സിദ്ധാന്തം അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൻ ഏതാണ്, ബന്ധമുള്ള ചിന്തകൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൻ ഏതാണ്? ആഡം സ്മിത്ത്, ജോൺ മാർഷൽ, JM കെയ്ൻസ്, ഗാരി ബെക്കർ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഗാരി ബേക്കർ എന്നുള്ളതാണ്. ഗാരി ബേക്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത് ഗാരി സ്റ്റാൻലി ബേക്കർ എന്നാണ്. പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് മാനവ മൂലധന സിദ്ധാന്തം അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി, ദെൻ അടുത്തത് കുടുംബ സമ്പത്ത് ശാസ്ത്രം, വ്യക്തിഗത തീരുമാനങ്ങൾ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ജനനം 1930 അമേരിക്കയിൽ വെച്ചിട്ടാണ്. 2014 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നതും ഈ പറയുന്ന ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി തന്നെയാണ്. എന്താണ് ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, പരിശീലനം എന്നിവയ്ക്ക് ചിലവിടുന്നത് ഒരാളുടെ തൊഴിൽ ശേഷിയും വരുമാനവും ഉയർത്താൻ സഹായിക്കുന്നു എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൻ എന്ന് പറയുന്നത് ഗാരി സ്റ്റാൻലി ബേക്കർ ആണ്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്കണോമിക്സ് സെക്ഷനിൽ നിന്നുള്ള ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോദ്യങ്ങളും ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.